ദൈവികമായി അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥ ലഭിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ഈ ദൈവവചന പഠനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആദ്യത്തെ മത്തായി 22:29 ഒന്നുകൂടി നമുക്ക് വായിച്ചാൽ നിങ്ങൾ തിരുവെഴുത്തുകളെയും തെറ്റിപ്പോകും. മതി, അവിടെ നിൽക്കട്ടെ. തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയായി കൊണ്ട് തെറ്റിപ്പോകും. ഈ വേദപുസ്തകത്തിൽ ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ദേവദാസൻ മത്തായി മുതൽ മലാഖി വരെയുള്ള പുസ്തകത്തെ പഴയ നിയമമായിട്ടും ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകത്തെ പഴയ നിയമമായിട്ടും മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകത്തെ പുതിയ നിയമമായിട്ടും തരംതിരിച്ച് പഠിപ്പിക്കാനിടയായി തീർന്നു. ശരിയാണത്. അപ്പൊ പഴയ നിയമ തിരുവെഴുത്തുകൾ മൊസൈക്കിലോ മോശയുടെ പ്രമാണം, പുതിയ നിയമ തിരുവെഴുത്ത് ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഗലാത്യ ലേഖനം 6:2. ഇത് പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് ഇതിൽ എഴുതിയിരിക്കുന്ന അനുസരിച്ച് അപ്പൊ മോശയിക പ്രമാണം 1, ക്രിസ്തുവിന്റെ ന്യായപ്രമാണം 2 പ്രമാണമായി. ശരിയാണല്ലോ. ഞാൻ ഈ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താനായിട്ട് ഓഡിയൻസിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. കാരണം അങ്ങനെയാണ് നമ്മൾ ഒരുമിച്ചാണ് അങ്ങോട്ട് ഷെയർ ചെയ്ത് പഠിക്കുന്നത്. അപ്പൊ മോശയിക പ്രമാണം, ക്രിസ്തുവിന്റെ ന്യായപ്രമാണം, അങ്ങനെ തന്നെ അവിടെ എഴുതിയിരിക്കുന്ന പോലീസ്, ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പി. അപ്പൊ ഈ 2 പ്രമാണങ്ങൾ സത്യവേദ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മളിതിൽ ഏത് പ്രമാണം അനുസരിക്കണം? നമ്മൾ ആരാണ്? നമ്മൾ അവിടെ ഇതിൽ എഴുതിയിരിക്കുന്നത് നാം പുതിയ നിയമസഭയാണ്. പുതിയ നിയമസഭയാണെങ്കിൽ ഒന്നാമത് എഴുതിയിരിക്കുന്നത് സഭ ക്രിസ്തുവിന്റെ ശരീരം. കൊലോസ് ലേഖനം ആ വാക്യം ഒന്ന് വായിക്കാം, എടുത്ത് വായിച്ചാൽ. കൊലോസർ 1:18. സ്തോത്രം, 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 സ്തോത്രം. അത് വചനത്തിലൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണമല്ലോ. അതിനാണ് ഞാൻ വചനം ഇവിടെ എഴുതിയത്. അവൻ സഭ എന്ന തലയുടെ തലയാകുന്നു. മതി. സഭ എന്ന ശരീരത്തിന്റെ, അപ്പൊ അവിടെ തന്നെ ശരീരം, സഭ, തല ക്രിസ്തു എന്നെഴുതിയിട്ടുണ്ട്. അപ്പൊ പുതിയ നിയമസഭ ഏതാ? യേശു ക്രിസ്തു തലയാകുന്ന ശരീരമാണ് പുതിയ നിയമസഭ. തർക്കമില്ലല്ലോ. ഇനി അടുത്ത വാക്യം വായിക്കാം. പൗലോസിന്റെ 3 പഠിപ്പിക്കലാണ്. അത് 3 ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. സഭ നിർമ്മല കന്യക, 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. നമ്മളിത് പഠിച്ചു പോകുന്നത് ടിക്ക് ചെയ്ത് പോയാൽ നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് എരിയുന്നു. അപ്പോ സഭ നിർമ്മല കന്യക, chaste virgin, നിർമ്മല കന്യക. പുതിയ നിയമസഭയെ കുറിച്ച് പൗലോസ് പഠിപ്പിക്കുന്ന 3 പഠനങ്ങളാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ സഭ ക്രിസ്തുവിന്റെ ശരീരമെന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. സഭ നിർമ്മല കന്യക ഓർ മണവാട്ടി. അത് കഴിഞ്ഞ് 3-ാമത്തെ പോയിന്റിലേക്ക് വരുന്നു. സഭ ദൈവത്തിന്റെ മന്ദിരം. 1 കൊരിന്ത്യർ 3:16. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ. അടുത്ത വാക്യം കൂടി വായിച്ചാട്ടെ ബ്രദറെ. അടുത്ത 1 കൊരിന്ത്യർ 6:19 കൂടി. ദൈവത്തിന്റെ ദാനമായി ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ മതി. അപ്പൊ ഇവിടെ ഈ നാം പുതിയ നിയമസഭയാണ് എന്ന് പറഞ്ഞിട്ട് സഭ ആരാണ് എന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. സഭ ക്രിസ്തുവിന്റെ ശരീരം, സഭ നിർമ്മല കന്യക, സഭ ദൈവത്തിന്റെ മന്ദിരം. ഈ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. നമ്മൾ ചുമ്മാ വെറുതെ ഇങ്ങനെ വന്ന് സമയം മെനക്കെടുത്തി കളയുന്നവരായിട്ട് തീരരുത്. നമ്മൾ ആരാണ്? യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു അവയവമാണ് നമ്മൾ. അപ്പോഴാണ് ആ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല, ഇന്ന് കാണുന്ന സഭകളൊക്കെ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അത് ഈ വചനവസ്തുപ്രകാരമാണെങ്കിൽ അങ്ങനെയാണെന്ന വചനം പറയുന്നത്. പക്ഷേ ശരീരമാം സഭയാണെങ്കിൽ കൊലോസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ തലയായ ക്രിസ്തുവിൽ നിന്നുള്ള ആ വാക്യം ഒന്ന് എടുക്കാം. കൊലോസ് ലേഖനം. ഞാൻ ഇത് പെട്ടെന്ന് തയ്യാറാക്കിയത് കൊണ്ട് ആ ഭാഗത്തേക്കൊന്നും പോയില്ല.
കൊലോസ്യ ലേഖനം ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞ വാക്യത്തിലേക്ക് വരാം. എത്ര? 2:19. കൊലോസ്യർ 2:19. തലയായവനിൽ നിന്നല്ലോ ആ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ആ ഏകീഭവിച്ചും ആ ദൈവികമായ വളർച്ച പ്രാപിക്കും. അപ്പൊ സഭ ശരീരമാണെങ്കിൽ ഈ ശരീരമായ സഭ തലയായ ക്രിസ്തുവിൽ നിന്നുള്ള ഉപദേശം കേട്ട് ആത്മീകമായ വളർച്ച പ്രാപിക്കണം. നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഞാനതുകൊണ്ട് ഇത് എഴുതാൻ ഇടയായിത്തീരും. നമ്മൾ അങ്ങനെയാണോ എന്ന് ശോധന ചെയ്യുക. ഇത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇത് വായിക്കുക, മറ്റുള്ളവരോട്ട് ഷെയർ ചെയ്യുക. ഒരു മാസം വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുക, എന്താണ് ഇതിൽ വല്ല സത്യം ഉണ്ടോ എന്ന് ചോദിക്കുക, മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. ഒരു കുഴപ്പമില്ല, ഇത് മുഴുവൻ വചനമാണ്. വചനമല്ലാത്ത ഒരു കാര്യം ഞാൻ ഇവിടെ ഇട്ടിട്ടില്ല. ഈ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ദിവസങ്ങളായി മാസങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എവിടെ എടുക്കുന്ന കാര്യങ്ങൾ ഒന്ന് റെക്കോർഡിക്കലായിട്ട് ഒന്ന് വചനത്തിലൂടെ ഒന്ന് എഴുതിയെടുത്ത് ഒന്ന് പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ കയ്യിലോട്ട് തരണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും. നമ്മൾ ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും. ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവ് ആരായിരുന്നു? അതിൻ്റെ പേര് അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവിൻ്റെ പേര് എന്തായിരുന്നു? പെട്ടെന്ന് അങ്ങ് മറന്നുപോയി. ആരും ആയിക്കോട്ടെ. അദ്ദേഹം അലക്സാണ്ടറിനോട് ഇങ്ങനെ പറയും, ഫുട്ബോളൊക്കെ കളിച്ച് വീട്ടിലോട്ട് ഇങ്ങനെ ക്ഷീണിച്ച് വേർത്തൊലിച്ച് വരുമ്പോൾ മോനെ പിടിച്ചു നിർത്തിയിട്ട് അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവ് പറയേണ്ട, മോനെ, നാളെ ഈ സാമ്രാജ്യം ഭരിക്കേണ്ട ഒരു രാജാവാണ് അല്ലെങ്കിൽ ഒരു ചക്രവർത്തിയാണ് നീയാണെന്നുള്ള കാര്യം മറന്നു കളയരുത് എന്ന് ഞാൻ പറയും. അപ്പം നമ്മൾ ആരാകാൻ പോകുന്നവരാ? വെളിപ്പാട് പുസ്തകത്തില് ഇങ്ങനൊരു വാക്യമുണ്ട്. ആ വാക്യം എടുക്കാം. 1-ാം അധ്യായം എടുത്താൽ വെളിപ്പാട് പുസ്തകത്തിന് 1-ാം അധ്യായം. രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ ആ വാക്യം ഹൃദയത്തിൽ കർത്താവ് എനിക്ക് തന്നു. 1:6. വെളിപ്പാട് 1:6. നമ്മളെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് മഹത്വവും ബലവും ആമേൻ. അപ്പൊ നമ്മൾ ആരാക്കിയിരിക്കുക? ഈ രാജ്യം എന്നുള്ള ഭാഗത്ത് അത് ഇംഗ്ലീഷ് ഭാഷത്തിൽ തെറ്റ് വന്നിട്ട് രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കിയിരിക്കുന്നു എന്നാണ് ശരിയായ ഭാഷാന്തരം. മലയാളത്തിൽ വന്നൊരു മിസ്റ്റേക്കാണ്. അത് നമ്മൾ തിരിച്ചു വെച്ചാൽ മതി. നമ്മളങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. രാജാക്കന്മാരാക്കി വെച്ചിരിക്കുക, പുരോഹിതന്മാരാക്കി വെക്കുക. അപ്പോൾ പുതിയ നിയമസഭയെക്കുറിച്ചുള്ള ഒട്ടനവധി പഠനങ്ങളിൽ ഒന്ന്, സഭ ക്രിസ്തുവിൻ്റെ ശരീരം, സഭ മണവാട്ടി അല്ലെങ്കിൽ കന്യക, സഭ ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരം. ഇവിടെ പറയുന്നു രാജാക്കന്മാരും പുരോഹിതന്മാരും. ഒരു രാജാവെന്ന് പറഞ്ഞാൽ ആരാ? ഒരു പുരോഹിതന്മാരെന്ന് പറഞ്ഞാൽ ആരാ? കർത്താവ് ഈ ഭൂമിയിൽ വന്ന് സ്തോത്രം 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവ് രാജാതി രാജാവായി വാഴുമ്പോൾ ആ രാജാവാക കർത്താവിൻ്റെ കൂടെ രാജാക്കന്മാരെ പോലെ വാഴേണ്ടവരാണ് നമ്മൾ. ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. നമ്മൾ നിസ്സാരന്മാരല്ലെന്നുള്ളത് നമുക്ക് ഉള്ളിലുണ്ടാകണം. നമ്മൾ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും പരിശുദ്ധാംശം പ്രാപിച്ചതും വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് ദൈവമക്കളായി ഈ ഭൂമിയിൽ ഉപ്പ് പോലെ രുചിച്ച് വെളിച്ചം പോലെ പ്രകാശിച്ച് മറ്റുള്ള മുമ്പിൽ ഒരു അനുഗ്രഹമായി തീർന്നിട്ട് അവസാനം നമ്മൾ മരണത്തിന് കീഴ്പ്പെട്ട് കർത്താവിൻ്റെ വരവിൽ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോടൊപ്പം രാജാക്കന്മാരെ പോലെ വാഴേണ്ടവരാണെന്നുള്ള ഒരു ഉത്തരവാദിത്വ ബോധം പുതിയ നിയമവിശ്വാസികൾക്കുണ്ടാകണം. അതിനാണ് ഈ ക്ലാസ്. ചുമ്മാവുന്നൊരു പാട്ടൊക്കെ പാടി കണ്ടു അതിനൊക്കെ ധ്യാനിച്ച് പോയി. വീട്ടിൽ ചെന്നിട്ട് ഇന്നെന്തായിരുന്നു ചർച്ചിൽ അവിടുത്തെ മെസ്സേജ് ഞാൻ അങ്ങോട്ട് ഓർക്കുന്നില്ല. ഞാൻ എല്ലാവരോടും ചോദിച്ചിട്ടുണ്ട്. ഇന്ന് അവിടെ പാസ് പ്രസംഗിച്ച വിഷയം എന്തായിരുന്നു? അത് ഓർക്കുന്നില്ല. പാസ് എന്തൊക്കെ പ്രസംഗിച്ചു, ഞാൻ എന്തൊക്കെ കേട്ടു എന്നതിനേക്കാൾ ഉപരി നമ്മൾ ആരാണ്, നമ്മൾ ആരാകേണ്ടവരാണ്. ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ആരായിരുന്നു? 3 കാലമാണല്ലോ മനുഷ്യന്. നമ്മൾ ആരായിരുന്നു, ഇപ്പോൾ ആരായിരിക്കുന്നു, നാളെ ആരാകും. ഈ ഒരു ചിന്ത നമുക്കുണ്ടാകും. അതിനാണ് ഈ പഠനം. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമാണ്. അവയവമാണെങ്കിൽ തലയായ ക്രിസ്തു എന്നുള്ള ഉപദേശം കേട്ട് ശരീരമാം സഭയുടെ അവയവങ്ങൾ വർക്ക് ചെയ്യണം, പ്രവർത്തിക്കണം, ജീവിക്കണം. ഞാനിപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരു ഇഷ്ടംപോലെ ഒരു മാങ്ങ നിൽക്കുന്നതെന്ന് വെച്ചോ, ഒരു മാവ് നിൽക്കുന്നതെന്ന് വെച്ചോ, ഒരു 3-4 മാങ്ങ പഴുത്ത് നിൽക്കുകയാണ്, താഴെ വീഴലായിട്ട് നിൽക്കുക. ഒരു ചെറിയ കമ്പ് കൊണ്ട് എറിഞ്ഞാൽ പോലും അത് തറയിൽ പോകും. ആ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. എൻ്റെ തലയിലുള്ള ഈ കണ്ണെന്നുള്ള അവയവം അത് കണ്ടു കഴിഞ്ഞാൽ ആ തലയിൽ നിന്നുള്ള ഓർഡർ ആർക്കാ കൊടുക്കുന്നേ? കൈക്ക് കൊടുക്കും. ശരീരത്തിന് കിട്ടുകയാണ്. കർത്താവ് ഓളിനോളായിട്ട് ഈ ലോകം മുഴുവനുണ്ട്, ആത്മാവായിട്ടുണ്ട്.
കർത്താവിന് പ്രവർത്തിക്കണമെങ്കിൽ നമ്മളെ വേണം, നമ്മളൊട്ട് അതിന് തയ്യാറുമല്ല. ഈ മാങ്ങ പറിക്കാനായിട്ട് കണ്ണ് കണ്ടു, കണ്ണിൽ നിന്ന് ഓർഡർ കൈക്ക് കിട്ടുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? കല്ലെടുക്കുന്നു, എറിയുന്നു, മാങ്ങ വീഴുന്നു. അപ്പം നമ്മുടെ ആവശ്യത്തിന് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമായി നമ്മൾ വർക്ക് ചെയ്യുന്നില്ല, നമ്മൾ ഡെഡായിരിക്കുക. എന്താന്ന് ചോദിച്ചാൽ തിരുവഴുത്തുകളെയും അറിഞ്ഞാട്ടെ ദൈവശക്തിയെയും തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ തിരുവഴുത്ത് നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ചെയ്യാനാണ് ഈ പ്രാരംഭ ദിവസത്തിലെ ക്ലാസ്. നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്, നമ്മുടെ ഉദ്ദേശശുദ്ധി എന്താണ്, ദൈവം നമ്മളെ എങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു, നമ്മൾ മുമ്പ് ആരായിരുന്നു, ഇപ്പോൾ ആരായിരിക്കുന്നു, നാളെ ആരാകാനുള്ളവരാ നമ്മൾ ഒന്ന് പറഞ്ഞു ഒന്നുകൂടി. രാജാക്കന്മാരും പുരോഹിതന്മാരുമായിട്ട് കർത്താവിനോടൊപ്പം വാഴേണ്ടവരാണ് നമ്മൾ. അപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്നത് രാജാക്കന്മാരെ പുരോഹിതന്മാരെ ഒന്ന് ഒരുക്കിയെടുക്കാൻ. ഹല്ലേലൂയ, ഒരു കൈയുയർത്തി സ്തോത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും ഒന്ന് ഒരുക്കിയെടുത്ത് ദൈവസന്നിധിയിൽ നിർത്താനായിട്ട് ഒരു മോട്ടിവേഷൻ ക്ലാസ് ആയിട്ടാണ് ഇവിടെ നടക്കുന്നത്. വേറൊന്നുമില്ല, ഇവിടെ വേറെ ഒരു പരിപാടിയില്ല. ഇവിടെ സഭാ ചിന്താഗതികൾ അങ്ങനെ ഒന്നുമില്ല. ഏത് സഭയാണെങ്കിലും അതൊന്നും വിഷയമല്ല. നിങ്ങൾ ഈ വചനത്തിൻ്റെ പ്രോപ്പർ ചാനലിലൂടെയുള്ള പഠനം നമുക്ക് ലഭിച്ചിട്ട് നമ്മളുടെ ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ആ ഉദ്ദേശശുദ്ധിയിൽ എത്തുവാൻ വേണ്ടി നമ്മളായിത്തീരണം. അതിനൊന്ന് എൻകറേജ് ചെയ്യുക, ഒരു മോട്ടിവേഷൻ നടത്തുക. ഈ മൊബൈലിലൊക്കെ നിങ്ങൾ കാണാറുണ്ട് മോട്ടിവേഷൻ ക്ലാസ് നടത്തുന്നത്. ഇങ്ങനെ ചില മിടുക്കന്മാർ നടത്തുന്നുണ്ട്. അതിൽ മോട്ടിവേഷൻ ക്ലാസ്സിൽ നമ്മുടെ ആത്മീയ കാര്യമല്ലോ കേട്ടോ, ലോകപ്രകാര കാര്യങ്ങൾ. കുറേ കൊക്കൊക്കെ വെച്ച് കിടന്ന് ചിരിച്ച് കുറേ ആണുങ്ങളും പെണ്ണുങ്ങളെല്ലാം കൂടി ഞാൻ കാണുന്ന എന്തിനാന്ന് ചോദിച്ചാൽ അവരെന്താ പറയുന്നത്, അവർ മോട്ടിവേഷന് വേണ്ടി എന്ത് ചെയ്യുന്നു ലോക മനുഷ്യരെ. അതുപോലെ എനിക്കും ഒരു ആത്മീയ മോട്ടിവേഷൻ ക്ലാസ് നടത്തണമെന്ന് ഹൃദയത്തിൽ കർത്താവ് തന്നു. അതുകൊണ്ടാണ് വിശ്വാസികളെ കൂട്ടിവരുത്തി നമ്മൾ ആരാണ്, നമ്മൾ എങ്ങനെ ആയിരിക്കണം, എന്താണ് നമ്മുടെ ലക്ഷ്യം, എന്താണ് നമ്മുടെ ഗോൾ, എന്താണ് നമ്മുടെ ഏത് അവസ്ഥയിൽ നമ്മൾ ആയിരിക്കുന്നു, ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ കണ്ട് മനസ്സിലാക്കി നമ്മൾ ആകാൻ പോകുന്ന അവസ്ഥയിലേക്ക് വരാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ നിലയിലായിരിക്കണം, അതാണ് ഇവിടുത്തെ പഠനം. അപ്പോൾ ഒന്നാമത്തെ സെക്ഷനിൽ നമ്മൾ ആരാണ്, നമ്മൾ പുതിയ നിയമ സഭയാണെന്ന് കണ്ടു കഴിഞ്ഞു. അതിന് 3-4 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിരത്തി വെച്ചു. അടുത്ത നമ്മുടെ മെയിൻ സബ്ജക്റ്റ് റെഡിങ് കൊണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, സഭയുടെ ആവിർഭാവം. ബുക്ക് ഓഫ് ആക്ട്സ് 2 നമുക്ക് പഠിക്കാൻ കഴിയുന്നു. അത് ആ 2-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം വായിച്ചാണ്. ഞാനത് ആ പ്രധാന വാക്യം മാത്രമേ വായിച്ചുള്ളൂ. സഹോദരനൊരു കാര്യം ചെയ്യണം, ആ പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ ഇത് കേട്ടിട്ട് എന്ന് തുടങ്ങിയ ഭാഗം വായിച്ചാട്ടെ. 37 മുതൽ വായിച്ചാട്ടെ. പത്രോസിന്റെ പ്രസംഗത്തിന്റെ. ആമേൻ. പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കും. ആമേൻ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ആമേൻ. സ്തോത്രം. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ. ആമേൻ. സ്തോത്രം എന്ന് പറഞ്ഞു. അടുത്ത മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അടുത്ത അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അടുത്ത അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം തുറക്കിയും പ്രാർത്ഥന കഴിച്ചും പോകും. അവിടെ നിൽക്കട്ടെ, ഇനി കണ്ടിന്യൂഷൻ വായിക്കണം. അവിടെ പിന്നീട് വായിക്കണം, ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് വായിക്കാം. അപ്പോൾ സഭയുടെ ആവിർഭാവത്തെ കുറിച്ചാണ് ലൂക്കോസ് പ്രവൃത്തി പുസ്തകത്തിൽ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഗ്രന്ഥകർത്താവ് ലൂക്കോസ് ആണല്ലോ, നമുക്കറിയാം. അപ്പോൾ സഭയുടെ ആവിർഭാവം കർത്താവ് അവരോട് പറഞ്ഞു, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. അവർ കാത്തിരുന്നു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ശക്തിയോടെ വന്നു. ആത്മാവ് വന്നു. യോവേൽ പ്രവാചകന്റെ നിവൃത്തിയാണെന്നൊക്കെ പത്രോസ് അതിൻ്റെ 1-ാം പ്രസംഗം തുടങ്ങുന്നത് ഇവിടെ ഇങ്ങനെയാണ്. അതിൻ്റെ 14 തൊട്ടാണ് തുടങ്ങുന്നത്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല. ആ 14 തൊട്ട് പത്രോസിന്റെ ശക്തമായ പ്രസംഗം പ്രസംഗിച്ച് ഇങ്ങോട്ട് വന്നിട്ട് പത്രോസിന്റെ പ്രസംഗത്തിന്റെ മർമ്മപ്രധാനമായ ഒരു വാക്ക് ആ 36-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 36. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി. ഏറ്റവും പ്രസക്തമായ വാക്യങ്ങളിൽ ഒന്നാണ് ഈ പ്രസംഗഭാഗം. പത്രോസിന്റെ പ്രസംഗം പ്രസംഗിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ മുമ്പിലിരിക്കുന്ന ജനം അവര്
യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ വേണ്ടി എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കിയ ഒരു കൂട്ടം ജനമാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ദൈവാത്മാവിൽ അത് മനസ്സിലായിട്ട് ആത്മാവിൽ പത്രോസ് പ്രസംഗിച്ചു, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ പറയും, പാസ്റ്റർ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പാസ്റ്ററിൻ്റെ ഇവിടുന്ന് ആൾക്കാരെല്ലാം കെട്ടുകെട്ടുമെന്ന് പറയും. കാരണം സത്യം പറയാൻ പാടില്ലല്ലോ ഇന്ന്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിലെ 16-ാം വാക്യത്തിൽ അതുകൊണ്ട് സത്യം പറയുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായി പോയോ എന്ന് പൗലോസ് പറയുക. അപ്പോൾ പത്രോസ് ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസിന് പരിശുദ്ധാത്മാവ് കൊടുത്ത ആലോചന പത്രോസ് ശക്തമായിട്ട് അങ്ങോട്ട് പ്രസംഗിച്ചു. നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ പിതാവാം ദൈവം ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികൾ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ, ആ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തു പറ്റി? അവരുടെ ഹൃദയത്തിൽ. അപ്പൊ സത്യം പറഞ്ഞാലല്ലേ ഹൃദയത്തിൽ കുത്തുകൊള്ളുള്ളൂ. സത്യം പൊതിഞ്ഞു വെച്ചാൽ കുത്തുകൊള്ളുവോ? മനസ്സിലാക്കേണ്ട കാര്യമായി ഇതൊക്കെ. ഞാനിവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇത് കുഴപ്പമില്ല. ഇത് വാട്സപ്പിൽ സെൻഡ് ചെയ്യുന്നുണ്ട് മെസ്സേജ്. സത്യം പറഞ്ഞാൽ മാത്രമേ ജനഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇടപെട്ട് പാപബോധം നൽകുകയുള്ളൂ. നമ്മൾ അതിന് പൊതിഞ്ഞു വെച്ചുകൊണ്ടിരിക്കുക. ഒരു തെറ്റ് ചെയ്താൽ, ഒരു വിശ്വാസി ഒരു തെറ്റ് ചെയ്താൽ, ഒരു പാസ്റ്റർ ഒരു തെറ്റ് ചെയ്താൽ, ഒരു സഹോദരി ഒരു തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു സഹോദരൻ ഒരു തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യുക? നമ്മൾ പൊതിഞ്ഞു വെച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ 1 മുതൽ വാക്യം വായിച്ചേ. ഇതിലില്ലാത്ത കാര്യങ്ങൾ കൂടി ചേർത്താണ് ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ നിങ്ങളോട് ഇടപെടാൻ ആഗ്രഹിക്കുന്നത്. ഗലാത്യർ 2-ന്റെ 1 മുതൽ വാക്യം വായിച്ചാൽ. പോയി പോയത് വിവരിച്ചു. എന്റെ കൂടെയുള്ള തീത്തോസ് എവരെങ്കിലും പരിച്ഛേദന ഏൽപ്പാൻ അവനെ ആരും നിർബന്ധിച്ചില്ല. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടത് നമുക്കുള്ള സ്വാമി നോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. സത്യം നിങ്ങളോട് കൂടെ നിലനിൽക്കേണ്ടതിലും ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും സുവിശേഷത്തിന്റെ സത്യം ഞങ്ങൾ നിങ്ങളോട് കൂടി നിലനിൽക്കേണ്ടതിന് ഒരു നാഴിക പോലും നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർക്ക് വഴങ്ങിക്കൊടുത്തില്ല. അവിടെ വഴങ്ങിക്കൊടുത്താൽ എന്ത് പറ്റും? സത്യം വെളിപ്പെട്ട് വരികയില്ല. സത്യത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഫ്ലെക്സിബിൾ ആവാൻ പാടില്ല. സത്യം തുറന്ന് പറഞ്ഞു. നിങ്ങൾ ഈ ലിസ്റ്റില് ഇതില് കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം ഞാനല്ലേ എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. മത്തായി 12-ന്റെ 14 ഒരാൾക്ക് വായിക്കാം. ലൂക്കോസ് 20-ന്റെ 21 ഒരാൾക്ക് വായിക്കാം. ഈ 3 വേദഭാഗങ്ങളൊന്ന് വായിച്ചാട്ടെ. കർത്താവ് പറഞ്ഞതിനെ കുറിച്ച് ഇവിടെ മത്തായി എഴുതിയതും ലൂക്കോസ് എഴുതിയതും ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന് വായിച്ചാട്ടെ. മത്തായി 22-ന്റെ 16 ഒരാൾ വായിച്ചാട്ടെ. മത്തായി 12-ന്റെ 14 ഒരാൾ വായിച്ചാട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ശിഷ്യന്മാരെ ഹെരോദ്യരുടെ കൂടെ അടുക്കൽ അയച്ചു. ഗുരു നീ സത്യവാനും ദൈവത്തിന്റെ വഴി ഗുരു നീ സത്യവാനും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും ആകയാൽ ആരെയും ശങ്കയില്ലാത്തവനും ആകും. ഇനി അത് വായിച്ചു. ഇനി അടുത്ത വാക്യം വെച്ചു. വേണ്ട, അത് മതി. മർക്കോസ് 12-ന്റെ 14 വായിച്ചു. അതിലും അത് തന്നെ എഴുതിയിരിക്കുന്നത്. വേറൊരാൾ വായിച്ചേ, പെട്ടെന്ന് എടുത്തെടുത്തവര്. ഈ വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാൽ കാര്യങ്ങൾ ഗ്രഹിച്ച് നമുക്ക് മുമ്പോട്ട് പോവാം. മർക്കോസ് ഗുരു നീ മനുഷ്യരുടെ മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നത് കൊണ്ട് നീ സത്യവാനും ആരെയും ഗണ്യമാക്കാത്തവനെന്നും ഞങ്ങൾ അറിയുന്നു. ഇങ്ങോട്ട് എൻ്റെ മുഖത്തേക്ക് നിങ്ങളെല്ലാവരും നോക്കിയേ. കർത്താവും അപ്പോസ്തലന്മാരും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിച്ചു. ആരുടെയും മുഖം നോക്കിയില്ല, ആരെയും ഗണ്യമാക്കിയില്ല. ഈ 3 കാര്യങ്ങൾ ഇന്ന് തകർന്ന് തരിപ്പണമായിക്കിട്ടെ. ഇത് സത്യവചനമല്ലേ ഞാൻ ഈ പറയുന്നത്? അതുകൊണ്ട് ഇത് പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിലിരിക്കുക. ഇനി നിങ്ങൾക്ക് നാളെ ഇത് പറഞ്ഞില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ആസിങ്ങനെ കാര്യങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞിട്ടൊക്കെ പോയി എന്താണെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയും കിട്ടിയില്ല. ഇല്ല, അതുകൊണ്ട് അത് പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിലോട്ട് വന്നേക്കുന്നത്. യേശു കർത്താവ് അങ്ങനെ ആയിരുന്നു. സത്യവചനം അല്ലെങ്കിൽ ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിച്ചു. ഇന്ന് സഭകൾ ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നില്ല.
മുഖം നോക്കിയിട്ടാണ് പലതും ചെയ്യുന്നത്. പലരെയും അവരെയൊക്കെ മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ദൈവത്തിന്റെ വിശുദ്ധമായ പ്രമാണങ്ങൾ ജനത്തിന് ഗ്രഹിക്കാൻ കഴിയാതെ പോകും. ഒരു വാക്യത്തിലേക്ക് വരാം. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവീക ശക്തിയെയും അറിയായിക കൊണ്ട് തെറ്റിക്കിടക്കുക. ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കണ്ടേ? പക്ഷേ അത് ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടപ്പെടേണ്ട പൊന്നെ, പറയാമോ? നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ആന്റി സ്വാതന്ത്ര്യം ഇല്ലയോ? ഇവിടെ അത് പറയാൻ സ്വാതന്ത്ര്യമുണ്ടോ? നിങ്ങൾ അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നുള്ളത് എൻ്റെ വിഷയമല്ല. ഇത് പറയാന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തം. അതിനാ എന്നെ ദൈവം അയച്ചേക്കുന്നേ. ഒരു സ്ഥലത്തൊരു ക്ലാസ് കൊടുക്കുമ്പോൾ പ്രാർത്ഥിച്ച് നിയോഗം ഉണ്ടെങ്കിൽ മാത്രമേ പോകത്തുള്ളൂ. ഈ പോകത്തില്ല. 2, 3, 5 പേര് വന്നാൽ മതി. ഇപ്പൊ 2, 3 പേരെന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്രയോ പേരുണ്ട്. ഇപ്പൊ നമുക്കിവിടെ എത്ര പേരുണ്ട് ഇപ്പൊ മൊത്തം എല്ലാവരും കൂടി? ചിന്തിച്ചേ. 1, 3, 6, 9, 10 പേരായി. 10 പേരില്ലേ? കർത്താവ് എന്താ പറഞ്ഞത്? കർത്താവ് ഏറ്റവും ഘോരം താഴ്ത്തി വെച്ച കർത്താവിന്റെ ഘോരം ഏതായിരുന്നു? 7 പേര് കൂടുതലായി. 7 പേര് കൂടുതലായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ആള് കൂടുതലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ പാസ്റ്റർമാരുടെ കാര്യം എന്ന് പറയട്ടെ, ആള് കൂടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിന്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധിയൊന്നും ഞാൻ പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിക്കുന്നില്ല. ആൾ എത്രത്തോളം കൂടണം, കൂടിക്കോട്ടെ. ഈ ഇടയ്ക്ക് തിരുവത്താഴത്തെ കുറിച്ച് ആരാണ്ടും ഒരു പാസ്റ്റർ പറഞ്ഞൊരു കമന്റ് എനിക്ക് അത് വളരെ ചിന്തനീയമായിട്ട് തോന്നി. തിരുവത്താഴം പ്രാർത്ഥിച്ചും വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു മഹത്തരമായ ശുശ്രൂഷയാണ്. അത് തട്ടുകടയിൽ ദോശ കൊടുക്കുന്നില്ല, ഇത് അവിടെ കൊടു, ഇവിടെ കൊടു, അവിടെ കൊടു, അവിടെ കിട്ടിയില്ല, അങ്ങോട്ട് കൊടു, ഇവിടെ കൊടു, ആ പരിപാടിയല്ല ഇത്. ഇരിക്കുന്നു. കാരണം വചനം കുറച്ചൊക്കെ മനസ്സിലാക്കിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. ഇത്രമാത്രം. തിരുവത്താഴം വിശുദ്ധിയോടെ, നിർമ്മലതയോടെ, ഭയഭക്തിയോടെ തിരുവത്താഴം ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെതായ നിർമ്മലതയിൽ എടുത്തില്ലെങ്കിൽ എന്താ കുഴപ്പം? ഭാഷ പറഞ്ഞു മരണം വരെ സംഭവിക്കാം. ഇപ്പൊ എന്താ മരണം സംഭവിക്കാത്ത? തിരുവത്താഴം അല്ലാഞ്ഞിട്ടാണ്. നിങ്ങൾ എന്നോട് പിണങ്ങല്ലേ കേട്ടോ. തിരുവത്താഴം അല്ലാഞ്ഞിട്ടാണ് മരണം സംഭവിക്കാത്തത്. ദൈവവചനത്തിന്റെ വിശുദ്ധിയിലും നിർമ്മലയും. ഞാൻ 2 കൂട്ടായ്മയിൽ വരുന്ന സമയത്ത് എന്നോട് സഹോദരന്മാരൊക്കെ പറയാം, അതിലൂടെ ഒരാളിപ്പോൾ യോസിപ്പിച്ചേ, പാസ് തിരുവത്താഴം നമുക്ക് നടത്തണമെന്ന് പറയും. ഞാൻ പറഞ്ഞു നടത്താം, ശകലം കൂടി മുമ്പോട്ട് പൊക്കോട്ടെ. യോഗത്തിന് വന്നിരുന്ന സമയം തൊട്ട് യോഗം തീരുന്നവരെയും പോത്തുപോലെ ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവന് എങ്ങനെ അപ്പം മുറുക്കി കൊടുക്കുന്നത്? ഇവിടെ ഇരിപ്പുണ്ട് അതിൻ്റെ സാക്ഷി, ബഹുമാനപ്പെട്ട പ്രിയ ജോസഫിച്ച. ഞങ്ങൾ തമ്മിൽ വളരെ ആത്മീയ ബന്ധമുണ്ട്. എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആ പറ്റത്തില്ലെങ്കിൽ എനിക്ക് ശരിയാകത്തില്ലെന്ന്. അതിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളൊക്കെ ഒന്ന് നന്നാകെ, ഒന്ന് ആത്മീയമായിട്ട് നന്നാവ്. നമ്മളെല്ലാം നന്നാകണം. ഞാനും നന്നാകണം, നിങ്ങളെല്ലാവരും നന്നാകണം. യാക്കോബിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്ന വാക്യം നിങ്ങൾക്ക് കാണാതെ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞ്, പുസ്തകം തുറക്കാതെ ഒന്ന് പറഞ്ഞ്. ആരെങ്കിലും അറിയത്തില്ല ആർക്കും? സഹോദരന്മാരെ, നാം പലതിലും തെറ്റിപ്പോകുന്നു. നമ്മൾ തെറ്റിപ്പോകുന്നവരാണ്. യാക്കോബ് തെറ്റിപ്പോകുന്നു എന്ന് പറഞ്ഞെങ്കിൽ യേശുവിന്റെ കൂടെ നടന്ന് അപ്പം തിന്ന് മേശയും തിന്ന് നടന്ന യാക്കോബ് പറയുന്ന യാക്കോബ് തെറ്റിപ്പോകുന്നെങ്കിൽ നമ്മളൊക്കെ തെറ്റിപ്പോകത്തില്ലേ? തെറ്റിപ്പോകും. സർവ്വസാധാരണമാണ്, മനുഷ്യ സഹജമാണ്. പക്ഷെ തെറ്റുകൾ തിരുത്തി മുൻപോട്ട് പോകുക എന്നുള്ളതാണ് ഒരു ദൈവവൈതലിന്റെ ഉത്തരവാദിത്വം എന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എവിടെ നിന്നാ പോയത്? കർത്താവ് സ്വത്രം ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവൻ. ഇനി ലൂക്കോസിന്റെ കൂടെ ഒന്ന് വായിച്ചോട്ടെ. അതില് ലൂക്കോസ് 20:21. നീ നേർ പറഞ്ഞ് ഉപദേശിക്കുകയും മുഖപക്ഷം നോക്കാതെ ദൈവത്തിന്റെ വഴി യഥാർത്ഥമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, ഈ 12 പേര് കർത്താവിന്റെ കൂടെ നടന്നപ്പോൾ ആ 12 പേരെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ പാക്ക് 12 പേരെയും ദൈവമായ കർത്താവ് മുഖം നോക്കാതെ നേരായി പഠിപ്പിച്ച് നല്ല നിലയിൽ പഠിപ്പിച്ച് അവരെ പ്രാപ്തരാക്കിയത് കൊണ്ടാണ് നമ്മൾ ഈ പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടിയത്. എൻ്റെ നാടൻ ഭാഷ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അവർ ഉടായ്പം കാണിച്ച് നടന്നെങ്കിൽ ഇന്നീ പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടത്തില്ല. മനസ്സിലായില്ലേ? ഒരു ചെറിയ സംഖ്യ ജനത്തെ കർത്താവെടുത്ത് നേരായി ദൈവവചനം പഠിപ്പിച്ച് നിർമ്മലമായി പഠിപ്പിച്ച് അവരുടെ തെറ്റുകുറ്റങ്ങളെ ശാസിച്ച് തർജ്ജനം ചെയ്ത് അവരെ ബാലശിക്ഷകൾ കൊടുത്ത് അവരെ പഠിപ്പിച്ച് ഈ 30 സഹോദരന്മാരെ പഠിപ്പിച്ച് പ്രാപ്തന്മാരാക്കി ലോകം മുഴുവൻ കർത്താവിന്റെ സാക്ഷികളായി അവർ പോയി കർത്താവിന്റെ ശക്തിയോടെ പ്രസംഗിച്ചു. ക്രിസ്ത്യാനിറ്റി എന്നൊരു സംഭവം ലോകത്തിലുണ്ടായി. ഇത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ആരാ?
ക്രിസ്ത്യാനികളാണ്, പക്ഷെ ഗുണമില്ലാത്തതാണെന്നേ ഉള്ളൂ. അത് ഞാൻ എടുത്ത് പറയുക, ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതലുള്ളത്, പക്ഷെ ഗുണമില്ലാത്തവര്. ഗുണവും മണമില്ല, യാതൊരു ഗുണവുമില്ല. കർത്താവ് പറഞ്ഞ 2 കാര്യം, നിങ്ങൾ ഉപ്പ് പോലെ രുചിക്കണം, വെളിച്ചം പോലെ കൃപയാൽ, അത് രണ്ടും ഇല്ല. അപ്പൊ നമ്മൾ അങ്ങനെ ആകാനുള്ള ഒരു ശ്രമമാണ് ഈ ക്ലാസ്. തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും നന്നായി തിരിച്ചറിഞ്ഞ് ഗ്രഹിച്ച് മനസ്സിലാക്കി. സ്തോത്രം. ഇന്ന് പല സ്ഥലങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ ഇത് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ദൈവശക്തിയാണെന്ന് പറഞ്ഞ് നിറഞ്ഞ് ചെയ്യുന്ന പലതും ദൈവശക്തി അല്ല അതിൻ്റെ പിന്നിൽ. ആശ്രമം എങ്ങനെ അറിയാം? ദൈവവചനത്തിലൂടെ ഞാൻ ശോധന ചെയ്യുമ്പോൾ മനസ്സിലാവും. വചനമാകുന്ന ഉരകല്ലിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളും അവരുടെ പ്രവൃത്തികളും അവരുടെ ഉപദേശങ്ങളും ഒന്ന് ഉറച്ചു നോക്കുമ്പോൾ അത് ശരിയല്ലെന്ന് മനസ്സിലാവും. സ്വർണം കൊണ്ട് ചെന്നാൽ ബാങ്കിൽ ചെന്ന് പണയം വെക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ചെന്ന് കഴിഞ്ഞാൽ എന്താ പറ്റും? നേരത്തെയൊക്കെ ആണെങ്കിൽ ഒരുത്തൻ ഇരിപ്പുണ്ട്, ഒരു പ്രായമുള്ള ഒരാൾ ഇരിപ്പുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഉറച്ച് നോക്കിയിട്ട് എടുക്കും. ഇപ്പോൾ അതൊന്നും വേണ്ട, മെഷീനിലോട്ട് ഇട്ട് കൊടുത്താൽ കമ്പ്യൂട്ടർ പറയും ഇത് തെറ്റാന്ന് പറയും, ഇത് ശരിയല്ലെന്ന് പറയും. ആദ്യം അവർ പറയും നിങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവന്നു, മോട്ടിച്ചതാണെങ്കിൽ ഉടനെ പോലീസിനെ വിളിച്ച് അകത്താക്കും. സ്തോത്രം. അപ്പോൾ ഈ ദൈവവചനം എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, കാരണം അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും നമുക്കിവിടെ ഇല്ല. നമുക്ക് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു ഈ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് ഒരു വിശദീകരണം തന്നിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യം ഉറച്ചു വായിക്കണം. ഇവിടെ കിട്ടാൻ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എഴുതുക. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നു. അടുത്ത, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തത്. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ. അവിടെ നിൽക്കുക, ആ പദം ഒന്ന് പറഞ്ഞിട്ട് പോവാം. കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാ. എഫെസ്യ സഭയിൽ കൊള്ളരുതാത്തവരെ എന്ത് ചെയ്യുന്നില്ല? ഇന്നിപ്പോ കൊള്ളരുതാത്തവരെയൊക്കെ സഹിച്ചോണ്ടിരിക്കുക. ഒരു ഗുണവും ഒരു മണവും ഒരു നിറവും ഇല്ലാത്തവൻ എന്ത് ചെയ്യുക? പാട്ടുപാടിക്കരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അവിടെ നമ്മുടെ മൂല്യച്ചകർത്ത. അപ്പൊ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ നിന്നും ഉപദേശം കേട്ടുപഠിച്ച എഫെസോ സഭ കൊള്ളരുതാത്തവരെ സഹിച്ചില്ല. സഭയിൽ ക്രമം കെട്ട് നടക്കുന്ന ഒരു വിശ്വാസിയെ അതിനനുസരിച്ച് അവരോട് ശാസിച്ചും തർജ്ജനം ചെയ്തും അവനെ പ്രബോധിപ്പിച്ച് അവനെ ശരിയായ ദൈവ വഴിയിലൂടെ നടത്തി. അടുത്ത വാക്യം അതുകൂടി അടുത്ത വായിക്കാം. കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അടുത്ത, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ ആമേൻ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ചു കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും. മതി മതി മതി, അത്രയും മതി. നമ്മുടെ സബ്ജക്റ്റ് അവിടെ തീരുക. അതായത് സഭ പരീക്ഷിച്ചു. ഒരു പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു കൂട്ടം സഭയിലേക്ക് പ്രവേശിച്ചു. എഫെസോ സഭയിലെ പാസ്റ്ററും വിശ്വാസികളും കൂടി എന്ത് ചെയ്തു? അവർ ദൈവവചനത്തിൻ്റെ തികഞ്ഞ ആത്മീയ അനുഭവത്തിൽ നിലനിന്ന് പ്രാർത്ഥിച്ച് ആത്മനിറവിൽ നിൽക്കുന്നത് കൊണ്ട് ഈ വന്ന പുള്ളികൾ ആരാണെന്ന് ആത്മാവിൽ പരിശോധിച്ചപ്പോൾ ഈ പ്രവാചകന്മാർ ആരാണെന്ന് മനസ്സിലായി. നിങ്ങൾ തന്നെ പറഞ്ഞോ, കള്ളന്മാരെന്ന് മനസ്സിലായി. ഞാനൊരു ചോദ്യം ചോദിക്കാം, ഇന്ന് കള്ളന്മാർ കിടന്ന് മേയല്ലേ? സത്യമല്ലേ? നിങ്ങൾക്ക് എന്നെ കല്ലെറിയാമെങ്കിൽ കല്ലെറിഞ്ഞോളാം, പിന്നെ അടുത്ത ക്ലാസ്സിൽ ഞാൻ വരാൻ കാണത്തില്ല, അത്രയേ ഉള്ളൂ. കള്ളന്മാർ കിടന്ന് മേയല്ലേ? അപ്പൊ തിരുവെഴുത്തുകളെയും ദൈവശക്തിയും നമ്മൾ തിരിച്ചറിയണ്ടേ? യഥാർത്ഥ പ്രവാചകൻ ആര്, യഥാർത്ഥ പ്രവാചകൻ ആര് അല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണ്ടേ? 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് ആ തിരിച്ചറിവ് ഉണ്ടായില്ലേ? എന്തുകൊണ്ട് ഇന്നുണ്ടാകുന്നില്ല? നമ്മുടെ മൂല്യച്യുതി എവിടെയാ സംഭവിച്ചത്? ഞാൻ ഇതൊക്കെ ഓർത്ത് ദിവസത്തിലൊക്കെ കിടന്ന് കരയാറുണ്ട്. ദൈവമേ, ഇന്നെന്താ സഭകൾ നടക്കുന്നത്? ഇന്നത്തെ ആത്മീയ കോളത്തിൽ എന്താ നടക്കുന്നത്? ജനം കർത്താവിൻ്റെ വരവിൽ പോകാൻ ഒരുങ്ങാൻ കഴിയുന്നില്ലല്ലോ. അവൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയും തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ. സത്യവചനത്തെ യഥാർത്ഥമായി പഠിപ്പിക്കുന്നില്ലല്ലോ. തിരുവചന സത്യങ്ങളെ ജനത്തിന് തുറന്നു കൊടുക്കുന്നില്ലല്ലോ. തന്മുഖാന്തരം ദൈവവചന വ്യവസ്ഥയിലേക്ക് ജനത്തെ വരാൻ കഴിയാതെ ജനം നശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിനെന്നൊരു മാറ്റമുണ്ടാകും കർത്താവേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കാര്യം ചെയ്യും, നീ അത് പറഞ്ഞു, അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ഒരു അവസരം കിട്ടുക. അങ്ങനെ ഒരു അവസരം കിട്ടി. അങ്ങനെയായി ക്ലാസ് ഇവിടെ നടക്കുന്നത്. നമുക്ക് ആളും പേരും ഒന്നും അധികം വേണ്ട. ഈ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ ഇത് യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്തിട്ട് ലോകം മുഴുവൻ ഇത് മെസ്സേജ് വിടുന്നുണ്ട്. അതിൻ്റെ ഒരു ആൾ ഇവിടെ സഹോദരൻ ഇരിപ്പുണ്ട്, സച്ചിൻ എന്ന് പറയുന്ന സഹോദരൻ. എല്ലാവരും കേൾക്കട്ടെ, ലോകം മുഴുവൻ കേൾക്കുക. ഇത്
ഒട്ടനവധി പേരെന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, പാസ്റ്റർ അവിടെ നിന്നായി പ്രസംഗിക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് പ്രസംഗിക്കും, ചിലപ്പോൾ ക്ലാസ്സിൽ എടുക്കുന്ന നമ്മൾ പ്രസംഗിക്കും, അതെല്ലാം ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും, നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം. അങ്ങനെ പലരും കേട്ടുകൊണ്ടിരിക്കുക, പലരും വിളിച്ചുകൊണ്ടിരിക്കുക. പ്രോഗ്രാം ചെയ്യാനായിട്ട് ഒത്തിരി ദൂരേക്കായതുകൊണ്ട് നിങ്ങൾ ഇപ്പം നമ്മൾ സൂമിലൂടെയൊക്കെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അവർക്ക് മനസ്സിലായി സംഭവം നമ്മൾ തെറ്റായ നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. ഇവിടെ നിന്ന് എനിക്ക് എറണാകുളത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകണം, റൈറ്റ് പോകണം അല്ലേ? ഇവിടെ നിന്ന് ഇറങ്ങി ലെഫ്റ്റ് പോയാൽ അങ്ങോട്ട് പോയി ഞാൻ അപ്പം ശരിയായ പാതയിലൂടെ പോയില്ലെങ്കിൽ വല്ലയിടത്തുമൊക്കെ പോയി കയറും. പിന്നെ കിടന്ന് പറഞ്ഞിട്ട് കഥയില്ല. പോക്കെന്താ പറയുന്നത്? സ്വർഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, സ്വർഗരാജ്യത്തിലേക്കാണ് പോകുന്നത്, സ്വർഗരാജ്യത്തിലേക്കാണ് പോകുന്നത്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാംശം പ്രാപിച്ചു, വിശുദ്ധിയിൽ വേർപാടിൽ ജീവിച്ചു, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് അങ്ങ് മരിച്ചു കഴിയുമ്പോൾ നമ്മളെല്ലാവരും കൂടി വന്നിട്ട് പ്രൊമോട്ടഡ് ഹെവൻ, വെയ്യൂല ദേശം, നിത്യത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? പാട്ടൊക്കെ പാടിക്കൊണ്ടുവന്ന് നടക്കും. ഇതെങ്ങോട്ട് പോയെന്നുള്ളത് ഓടേതമ്പരാന് തന്നെ അറിയാം ഇതെങ്ങോട്ടാണ് പോയത്. പരിഹസിക്കാണെന്ന് ചിന്തിക്കരുത്. യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കണം. തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും തിരിച്ചറിഞ്ഞ് നമ്മൾ മുൻപോട്ട് പോയില്ലെങ്കിൽ നമ്മൾ അപകട മേഖലയിൽ ചെന്ന് പെട്ടാൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഒരു വ്യക്തി കിടപ്പുണ്ട്. ആരാണ്? ധനവാൻ അല്ലേ? വേറൊരു വ്യക്തി കൂടി ഇവിടെ കിടപ്പുണ്ട്. ആ അധ്യായത്തിലുണ്ട്. അവൻ്റെ കൂടെ കിടക്കുകയല്ലേ, അവൻ്റെ കൂടെ കിടക്കേണ്ട കാര്യമില്ല. കാരണം പുള്ളി അബ്രഹാമിൻ്റെ മടിയിലിരിക്കുക. ഈ ധനവാൻ എന്ത് ചെയ്യുന്നു? യാതന അനുഭവിക്കുക. അവൻ ദൈവത്തെ അറിയാതെ ജീവിച്ചു. അവൻ ചെയ്ത പ്രവൃത്തികൾക്കനുസരിച്ച് വചനത്തിൽ അവിടെ പറയുന്നുണ്ട്, നീ ചെയ്ത പ്രവൃത്തികൾക്കനുസരിച്ച് നീ ഇപ്പോൾ യാതനാ സ്ഥലത്ത്. അവൻ ആയിരുന്ന അവസ്ഥ അനുസരിച്ച് അവൻ അബ്രഹാമിൻ്റെ മടിയിൽ ആയിരിക്കും. അപ്പോൾ ഇവൻ അവിടെ കിടന്നുകൊണ്ട് ചോദിച്ചൊരു ചോദ്യം എന്താണ്? ഒരൊറ്റ ചോദ്യം പ്രധാനമായിട്ട് ചോദിച്ചു. പറഞ്ഞ്, നിങ്ങളാരും വായിച്ചിട്ടില്ല ആ ഭാഗമൊന്നും? അബ്രഹാം പിതാവേ, ഒരൊറ്റ കാറലാണ്. എന്താ പറയുന്നേ? ഞാൻ ഈ തീജ്വാലയിൽ കിടന്ന യാതന അനുഭവിക്കുന്നു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം മുക്കി വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണം. എവിടെ കിടന്ന് ഈ പ്രസ്താവന? ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ ദൈവമക്കളെ, ശാന്തമായിട്ട് ചോദിക്കട്ടെ, നിങ്ങൾ എന്നോട് സഹകരിക്കണം. നമ്മുടെ മരണശേഷം നമ്മൾ ചെന്നെത്തുന്നത് ഈ പുള്ളി പോയ സ്ഥലത്താണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്കോ നമ്മുടെ റിക്വസ്റ്റിനോ എന്തെങ്കിലും വിലയുണ്ടോ? അപ്പൊ ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. ഈ ശരീരത്തിലിരിക്കുമ്പോൾ ദൈവവചനത്തിന്റെ മാറ്റമില്ലാത്ത സത്യങ്ങൾ കേട്ടനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമെന്ന് ഒരു പ്രബോധനം ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുന്നു. നമ്മുടെ ഊഹാഭോഗങ്ങൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല, നമ്മുടെ കണക്കൂട്ടലുകൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. നമ്മൾ വചനം അനുസരിക്കുന്നതിനനുസരിച്ചാണ് ദൈവം നമ്മോട് ഇടപെടുന്നത്. ഹല്ലേലൂയ. നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വരികയാണ്. പുതിയ നിയമസഭയുടെ ആവിർഭാവത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. പുതിയ നിയമസഭയുടെ ആവിർഭാവം എവിടെയായിരുന്നു? പ്രവൃത്തി പുസ്തകം